നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 2026 പിറന്നല്ലോ. അപ്പൊ 2026 ഒരു മിശ്ര ഫലമായിട്ടായിരിക്കും ജീവിതം നമ്മുടെ മുന്നോട്ട് പോവുക. അപ്പോ ഈ 27 നക്ഷത്രക്കാർക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പക്ഷെ ശുഭകരമായി വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവരെന്ത് ചെയ്യണം? അവർ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനമാണ്. ആ ഭഗവാനെ ദർശിച്ച് സങ്കടം ഉണർത്തിച്ചു കഴിഞ്ഞാൽ സർവ്വ ദുരിതങ്ങളും നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ജീവിതത്തിൽ ഈ വർഷക്കാലം മുഴുവൻ ഉണ്ടാവും. അതിന് ആരെ സന്ദർശിക്കുന്നവര്? അവർ സന്ദർശിക്കേണ്ടത് ഒന്ന് അമ്പലപ്പുഴ ക്ഷേത്രമാണ്. അതായത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെയാണ് ഇവർ സന്ദർശിക്കേണ്ടത്. അതുപോലെ തന്നെ ഗുരുവായൂർ കണ്ണനെയും സന്ദർശിക്കാം. അതായത് പിന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളുണ്ട്, അവിടെയും സന്ദർശിക്കാം. ഞാൻ പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് ഗുരുവായൂരാണ്, ഒന്ന് അമ്പലപ്പുഴയാണ്. കാരണം പ്രത്യേകിച്ച് ഈ പറയുന്ന നക്ഷത്രക്കാര് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാവി ജീവിതം ശോഭനമാകും. കാരണം ഇവരെ ഭഗവാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരെയും ഭഗവാൻ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരെയും ഭഗവാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാന്റെ മുന്നിൽ എത്തിപ്പെടണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന 9 നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങളായിരിക്കും ഭഗവാൻ നൽകുക. കാരണം ഭഗവാൻ അവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പറയില്ല, വെയിറ്റ് ചെയ്യാണ്. അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഭഗവാൻ, അവരെ നോക്ക് കാണാൻ, കാരണം അനുഗ്രഹം ചൊരിയാൻ. പക്ഷെ ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തടസ്സവും ഇല്ലാതെ സന്തോഷകരമായിട്ട് സാമ്പത്തിക സ്ഥിതിയോട് കൂടിയിട്ട് ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് ചൊരിമാറാകട്ടെ. മാത്രമല്ല, ഭഗവാൻ നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ ഭഗവാന്റെ മുന്നിൽ നമ്മൾ പറയുമല്ലോ, തൂളിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ട്. നമ്മുടെ വീട്ടിലും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും എല്ലായിടത്തും നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ അങ്ങനെ കാണണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തിനു വേണ്ടി നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നു? ക്ഷേത്രം ആരാധനാലയമാണ്, നമുക്കറിയാം. അപ്പോ അവിടെ ഭഗവാന്റെ ചൈതന്യമുണ്ട്. ഈ പറയുന്ന ഗുരുവായൂരും അതുപോലെ തന്നെ അമ്പലപ്പുഴയിലൊക്കെ ധാരാളം ചൈതന്യം അത്ര അധികം ചൈതന്യമുണ്ട്. അവിടെ പോയി നമ്മൾ ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ ആ വിളി ഭഗവാൻ കേൾക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും. പക്ഷെ നമ്മൾ അവിടെ പോകണമെന്ന് മാത്രം. എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കുന്നില്ല ചോദ്യം ഉണ്ടാവും ഇങ്ങോട്ട്. നമ്മൾ എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കില്ലേ എന്ന്? കേൾക്കും. പിന്നെ എന്തിനാണ് ദർശനം നടത്തുന്നത് നമ്മൾ? പക്ഷെ ഭഗവാനെ നമ്മൾ ചെന്ന് കാണണം എന്നാണ്. ഭഗവാന്റെ മുന്നിൽ നമ്മൾ എത്തപ്പെടണം. പക്ഷെ അങ്ങനെ എത്തപ്പെടണമെങ്കിൽ നമ്മളുടെ ദുരിതങ്ങൾ അവിടെ മാറി എന്നുള്ളതാണ്. അവിടെ ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച ദുരിതങ്ങൾ മാറി എന്നുള്ളതാണ്. ഞാൻ നക്ഷത്രങ്ങളെ പറയാം. 9 നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും. മാത്രമല്ല, ദുരിതം അനുഭവിക്കുന്നവര്, അതുപോലെ വളരെ കാലമായിട്ട് വളരെ വ്യാധികൾ അനുഭവിക്കുന്നവര്, അസുഖങ്ങളായിട്ട് പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര്, സാമ്പത്തികമായ ഞെരുക്കമുള്ളവര്, ജോലിയൊന്നും ഇല്ലാത്തവര്, വിവാഹം നടക്കാത്തവര്, ബിസിനസ്സിൽ എന്നും പരാജയപ്പെടുന്നവര്, ഇവരൊക്കെ ഈ പറയുന്ന നക്ഷത്രക്കാരാണെങ്കിൽ ഒന്ന് ഭഗവാനെ സന്ദർശിക്കുക. നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ഓർക്കുക, വെറും കൈയോടെ പോകരുത്. പക്ഷെ ഭഗവാന് കാണിക്കയായിട്ട് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണമെന്നാ പറയാ. അങ്ങനെ എന്താണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/2 മീറ്റർ മഞ്ഞ പട്ട് വാങ്ങിക്കുക. മഞ്ഞ പട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അതിൽ എണ്ണാപ്പണം എന്ന് പറയും. അതായത് എണ്ണാതെ ഒരു പിടി ചില്ലറ പണം, അതായത് ചില്ലറ പൈസ നമ്മൾ വാരിയെടുക്കുക. ഒരു പിടി, ഏകദേശം ഒരു 40 രൂപ 50 രൂപ, ഇത്രയൊന്നുമില്ല. നമുക്ക് എണ്ണാതെ ഒരു പിടി പണം നമ്മൾ ഇങ്ങനെ വാരിയെടുക്കുക. ഇങ്ങനെ ഒരു പിടി പണം, ഞാൻ ഈ കവടിയാണ് വാരിയത്, അതേപോലെ ഒരു പിടി പണം എണ്ണാതെ വാരി എടുത്തിട്ട് അത് ഈ മഞ്ഞപ്പട്ടിൽ അഥവാ പീതാംബരപ്പട്ടിൽ വെച്ച് നമ്മളെ 21 പ്രാവശ്യം ഉഴിഞ്ഞെടുക്കുക.
ആ വീട്ടിലുള്ളവരെ എല്ലാവരെയും 21 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഭഗവാനെ കാണാൻ പോവുക. ഇത് ഭഗവാന് സമർപ്പിക്കുക. ഭഗവാന്റെ ഭണ്ഡാരത്തിന്റെ മുന്നിലോ ഭഗവാന്റെ നടക്കിലോ സൗകര്യാർത്ഥം നടക്കിലോ സമർപ്പിക്കുക. നമുക്ക് ഗുരുവായൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് എത്താൻ കഴിയില്ല അത്ര അധികം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭണ്ഡാരത്തിന്റെ മുന്നിൽ വെച്ചാൽ മതി. എവിടെ വെച്ചാലും ഭഗവാൻ അത് കാണും, അത് കേൾക്കും, അതിനെല്ലാം അനുഗ്രഹം ചൊരിയും ചെയ്യും. പക്ഷെ അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക. അപ്പോ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പാൽപായസം. പക്ഷെ പാൽപായസം നിങ്ങൾ കഴിച്ചോളൂ. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന അതല്ല. നിങ്ങൾ ഒരു കുടം വെണ്ണ, ചെറിയ കുടമായിക്കോട്ടെ, ഒരു കുടം വെണ്ണ ഭഗവാന് സമർപ്പിക്കൂ. അതിനോടൊപ്പം തന്നെ ഒരു 3 കദളിപ്പഴം വാങ്ങി സമർപ്പിക്കൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സമർപ്പിക്കാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സമർപ്പിക്കാം. അപ്പോൾ അവിടെ ഈ പോണ്ട നക്ഷത്രക്കാര്, എല്ലാ നക്ഷത്രക്കാരും പോവാട്ടോ, അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷെ ഇവിടെ 9 നക്ഷത്രക്കാരെ വിശേഷിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് 2026 ഇവർക്ക് ശ്രേഷ്ഠമായ ഫലം ഗുരുവായൂർ ദർശനം, അമ്പലപ്പുഴ ദർശനം നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഭഗവാൻ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ ഏതാണ് നക്ഷത്രക്കാരെന്ന് പറയാം. അപ്പൊ ആദ്യത്തെ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ഈ ചോതി നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഗുണങ്ങളും ഭഗവാന്റെ അഥവാ ഗുരുവായൂർ ക്ഷേത്രദർശനോ അമ്പലപ്പുഴ ക്ഷേത്രദർശനോ നടത്തി കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും കുറെ വർഷം ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമായി നടന്ന ചോതി നക്ഷത്രക്കാർക്ക് ഈ 2026 ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും ഭഗവാന്റെ ദർശനം കൊണ്ട് കിട്ടാൻ പോകുന്നത്. അടുത്ത നക്ഷത്രമാണ് മക നക്ഷത്രക്കാര്. ചിങ്ങൻ രാശിയിൽ വരുന്ന മക നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും ഈ പറയുന്ന 2 ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാലും കിട്ടാൻ പോകുന്നത്. ഈ കേരളത്തില് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം അഥവാ വിഷ്ണു ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. എവിടെ പോയി ദർശിച്ചാലും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് സൗകര്യം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ സന്ദർശിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഗുരുവായൂര്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രമാണ് ഗുരുവായൂർ. അതുപോലെ തന്നെയാണ് അമ്പലപ്പുഴയും. അപ്പൊ അമ്പലപ്പുഴ കണ്ണൻ പ്രധാനപ്പെട്ടാണ്. ഒരുപാട് കഥകളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഈ 2 ക്ഷേത്രങ്ങളും ഈ പറയുന്ന മക നക്ഷത്രക്കാരും ചോതി നക്ഷത്രക്കാരും സന്ദർശിക്കുക. 2ഉം സന്ദർശിക്കണമെന്നല്ല, ഏതെങ്കിലും ഒന്നൊക്കെ സന്ദർശിക്കുക. അതിന് കഴിയുന്നവർക്ക് സന്ദർശിക്കാം. പക്ഷെ കഴിയാത്തവർ ഒന്നെങ്കിലും സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പൊ അടുത്ത നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. ഈ രോഹിണി നക്ഷത്രക്കാരെയും ഭഗവാൻ അവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഭഗവാൻ അവിടെ കാത്തിരിക്കും. തീർച്ചയായിട്ടും 2026 ഭഗവാൻ നിങ്ങളെ കാത്തിരിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ്. നിങ്ങൾ ഒന്ന് അവിടെ ദർശിക്കുകയേ വേണ്ടുള്ളൂ. ഭഗവാനെ ഒന്ന് വണങ്ങുകയേ വേണ്ടുള്ളൂ. അനുഗ്രഹം ഭഗവാൻ ചൊരിഞ്ഞിരിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന വെണ്ണ, അതുപോലെ ഈ കദളിപ്പഴം, അത് ഭഗവാന് അവിടെ സമർപ്പിക്കുക. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഈ എണ്ണാപ്പണം, പിടിപ്പണം എന്നൊക്കെ പറയുന്നത് മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് 21 പ്രാവശ്യം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞെടുത്തിട്ട് വേണം സമർപ്പിക്കാൻ. അതിനോടൊപ്പം തന്നെയാണ് കദളിപ്പഴവും ഈ വെണ്ണയും സമർപ്പിക്കേണ്ടത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പറയുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിക്കും. അതുപോലെ അടുത്ത നക്ഷത്രമാണ് മൂല നക്ഷത്രം. മൂല നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഈ ഗുരുവായൂർ ദർശനം അല്ലെങ്കിൽ അമ്പലപ്പുഴ ക്ഷേത്ര ദർശനം കൊണ്ട് സന്ദർശനം കൊണ്ട് കിട്ടാൻ പോകുന്നതായിരിക്കും. എല്ലാ ഗുണങ്ങളും ലഭിക്കും. ഇവരെയൊക്കെ കാത്തിരിക്കുകയാണ് ഭഗവാൻ അനുഗ്രഹം ചൊരിയാൻ വേണ്ടിയിട്ട്. അടുത്ത നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ 2025 അത്ര ഗുണകരമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പാടുകളും ചീത്തപ്പേരുകളും അങ്ങനെ എന്തിനു പറയുന്നതു, ശരിക്കും പറഞ്ഞാൽ ഈ മരണത്തെ മുഖാമുഖം കണ്ടവർ പോലും ഉണ്ടാവാം തിരുവോണ നക്ഷത്രക്കാര്. അത്ര ദുരിതം അനുഭവിച്ചിട്ടുണ്ട് ഇവർ. നിങ്ങൾക്ക് ഒരു ആശ്വാസവും സമാധാനവുമായിരിക്കും 2026 ഈ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രദർശനം കൊണ്ടും
അതുപോലെ ഉള്ള മറ്റുള്ള ക്ഷേത്രദർശനം കൊണ്ടും കിട്ടാൻ പോകുന്നത് ഏറ്റവും ഗുണകരമായ ഫലങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഭഗവാനെ ഒന്ന് സന്ദർശിക്കുക, സങ്കടം നിർത്തിക്കുക. ഈ പറഞ്ഞ രീതിയിൽ വെറും കൈയോടെ പോകരുത് എന്നും കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുക. അതുപോലെ അടുത്ത നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും രേവതി നക്ഷത്രക്കാർക്കും ലഭിക്കും. ഭഗവാൻ ഇവരെയും അവിടെ കാത്തിരിക്കുകയാണ്. ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ രേവതി നക്ഷത്രക്കാർക്കും പ്രധാനപ്പെട്ട ഗുണങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രമാണ് പുണർദ നക്ഷത്രം. അടുത്ത പുണർദമാണ്. ഈ പുണർദ നക്ഷത്രക്കാർക്കും ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും 2026. ഭഗവാനെ ഒന്ന് സന്ദർശിക്കുകയേ വേണ്ടുള്ളൂ, നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിഞ്ഞിരിക്കും. അതുപോലെ അടുത്ത നക്ഷത്രമാണ് പൂരരുട്ടായി നക്ഷത്രം. ഈ പൂരരുട്ടായി നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. എല്ലാവിധ ദുരിതങ്ങളും ഇവർ പേറി ചീത്തപ്പേര് വളരെയധികം വന്നിട്ടുണ്ടായിരിക്കാം. അതിനോടൊപ്പം സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടായിരിക്കാം, സ്വസ്ഥതയും സമാധാനവും ഇല്ലാതിരിക്കാം. ഇതിനൊക്കെ ഒരു മാറ്റം 2026 ഇവർക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഈ ക്ഷേത്രങ്ങൾ ദർശിച്ച് ഭഗവാന് വേണ്ട വഴിപാടുകൾ ചെയ്ത് തൊഴുതു പോരുക, എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിഞ്ഞിരിക്കും. അതുപോലെ അടുത്ത നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രക്കാർക്കും എല്ലാവിധ ഗുണങ്ങളും ഈ ക്ഷേത്ര ദർശനം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും. എല്ലാവിധ സങ്കടങ്ങളും നീങ്ങി, ദുരിതങ്ങൾ നീങ്ങി, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാനും ഈ 2026 എന്തായാലും ഗുണകരമായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ അടുത്ത നക്ഷത്രമാണ് പുണർദ നക്ഷത്രം. പുണർദ നക്ഷത്രക്കാർക്കും ഈ പറയുന്ന ഗുണങ്ങൾ ലഭിക്കും. ഈ പുണർദ നക്ഷത്രക്കാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ ഈ ഗുണങ്ങളും ഈ 9 നക്ഷത്രക്കാർക്കും ലഭിക്കും. എല്ലാവിധ ഗുണങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്തായാലും വെറും കൈയോടെ ഗുരുവായൂർ ക്ഷേത്രദർശനമോ അല്ലെങ്കിൽ അമ്പലപ്പുഴ ക്ഷേത്രദർശനമോ നടത്താൻ പാടില്ല. ഭഗവാന് നമ്മളാൽ കഴിയുന്ന ഒരു വഴിപാട് നൽകണം. അതിൽ നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത് അത് നൽകിയാൽ മതിയാകും. എന്തായാലും ഈ പിടിപ്പണം നിങ്ങൾ കരുതുക പോകുമ്പോൾ. അതിനോടൊപ്പം തന്നെ യഥാശക്തി വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാം. ഭഗവാൻ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ പ്രസിദ്ധമാണ്, നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ കണ്ണന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ഭഗവാന് വെണ്ണ നൽകുക, അതുപോലെ തന്നെ കദളിപ്പഴം നൽകുക. ഭഗവാന്റെ ആ കഥയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഭഗവാന് വെണ്ണ വളരെയധികം കട്ടെടുത്ത് കഴിച്ച ആളാ ഭഗവാൻ. അപ്പൊ അത്ര അധികം ഇഷ്ടമുള്ള ഒരു വസ്തുവാണ് വെണ്ണ. അത് നമ്മൾ ഭഗവാന് നൽകുമ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ മാസവും കറുത്ത വാവിന് അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും കൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഭഗവാന്റെ ദർശനം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.